വെൽക്കം ടു രജാൻ സംരക്ഷിതന്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഫസ്റ്റ് വരുന്നത് നല്ലൊരു വൈൻ ഷെയ്ഡാട്ടോ. ഒരു പ്രീമിയം റേഞ്ചിലുള്ള ജോർജറ്റ് കളക്ഷൻ ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ എന്തായാലും ഇത് ഇഷ്ടപ്പെടും. കാരണം അത്രയും നല്ല ഫിനിഷിംഗ് ഉള്ള ഒരു ഹാൻഡ് വർക്കാണ് ഫ്രണ്ട് പോർഷനിൽ കൊടുത്തേക്കുന്നത്. പിന്നെ ഇത് ജോർജറ്റിൽ നോർമൽ ജോർജറ്റില്ല, കുറച്ചുകൂടെ റേറ്റ് കൂടിയ ഫാബ്രിക് ആണ്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. പെട്ടെന്ന് അങ്ങനെ ജോർജറ്റ് എന്ന് വിചാരിക്കേണ്ട, നോർമൽ ജോർജറ്റ് ഇല്ല കേട്ടോ, കൂടിയ ഫാബ്രിക്കാണ്. നല്ല തിക്കായിട്ടുള്ള മെറ്റീരിയൽ മാത്രമല്ല, ഇതിൽ ഫുള്ള് ബ്ലോക്ക് പ്രിന്റ് പോയിട്ടുണ്ട്. അത് പെട്ടെന്ന് അങ്ങനെ നോക്കി കാണത്തില്ല, നല്ലതായിട്ട് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയെങ്കിലേ കാണത്തുള്ളൂ. ചില കളേഴ്സിൽ മാത്രമേ അത് തെളിഞ്ഞ് നിൽക്കുന്നുള്ളൂ കേട്ടോ. കാരണം ഇങ്ങനെ ഡാർക്ക് ഷെയ്ഡിൽ തന്നെ ഡാർക്ക് ആയിട്ട് തന്നെയാണ് അതിൻ്റെ ആ ഒരു പ്രിന്റ് പോയേക്കുന്നത്. അപ്പോൾ ടോപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഒരു പ്രിന്റഡ് ആയിട്ടുള്ള ഒരു ഫാബ്രിക്കാണ്. യോക്ക് പോർഷനിൽ ഡിസൈൻ അടുപ്പിച്ച് കാണിക്കാം. നല്ല ഫിനിഷിംഗ് ഉള്ള ഹാൻഡ് വർക്കാട്ടോ. അപ്പോൾ ഇത്രയും ഫിനിഷിംഗ് ഉള്ള ഹാൻഡ് വർക്ക് നമ്മൾ സെപ്പറേറ്റ് ഒക്കെ ഇത്രയും ഈ ഒരു വർക്ക് മാത്രം ചെയ്യാനൊക്കെ നല്ലതായിട്ട് റേറ്റ് കൊടുക്കേണ്ടി വരും. പിന്നെ ഇതിന് ബോട്ടം കോട്ടൺ സിൽക്കിൽ കോൺട്രാസ്റ്റ് ഈ ഒരു ഫ്ലവേഴ്സിന്റെ കളറാണ് കൊടുത്തേക്കുന്നത്. ഒനിയൻ പിങ്കിന്റെ ഷെയ്ഡ്, വൈൻ ആൻഡ് ഒനിയൻ പിങ്ക് എന്ന് പറയുന്ന നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ്. പിന്നെ ദുപ്പട്ട കോട്ട ഫാബ്രിക്, സിൽക്കി കോട്ട തന്നെ കൂടിയ ഫാബ്രിക്. അതിൻ്റെ അകത്ത് ഫുള്ളായിട്ട് ഇതുപോലെ ഫുള്ള് എംബ്രോയിഡറി വർക്ക്, നല്ല ഫിനിഷിംഗ് ഉള്ള എംബ്രോയിഡറി വർക്കാണ്. സെയിം കോമ്പിനേഷനിൽ കൊടുത്തിട്ടുണ്ട്. നല്ല ലെങ്ത്തും ഉള്ള മോഡലാണ് കേട്ടോ. ഇതിന്റെ നമ്പർ വരുന്നത് T163, റേറ്റ് 1980 1980. രണ്ടാമത്തെ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഗ്രീൻ, നല്ല ഡാർക്ക് ആയിട്ടുള്ള ഗ്രീൻ ആൻഡ് യെല്ലോയുടെ കോമ്പിനേഷൻ ആണ്. ഓറഞ്ച് യെല്ലോ മിക്സ് ആയിട്ടുള്ള ഷെയ്ഡ് ആട്ടോ, നോർമൽ യെല്ലോ അല്ല, നമ്മുടെ ഗോൾഡൻ യെല്ലോ എന്നോ അങ്ങനെയൊക്കെ പറയാവുന്ന ഒരു ഷെയ്ഡ് കേട്ടോ. പിന്നെ ദുപ്പട്ടയ്ക്കകത്തും സെയിം തന്നെ കോമ്പിനേഷൻ ആണ് കൊടുത്തേക്കുന്നത്. ഇത് ടോപ്പ് തന്നെയാണെങ്കിലും കുറച്ച് സ്റ്റൈലായിട്ട് നമുക്ക് ടോപ്പ് തന്നെയാണെങ്കിലും തയ്ച്ചാൻ പറ്റും. പിന്നെ ഇത് ഫുള്ള് ഞാൻ പറഞ്ഞത് ബ്ലോക്ക് പ്രിന്റ് കൊടുത്തിട്ടുണ്ട്. ഇത് സാധാരണ ജോർജറ്റിന്റെ ഫീൽ അല്ല കേട്ടോ, നിങ്ങൾക്ക് ടച്ച് ചെയ്യുമ്പോൾ അത് മനസ്സിലാവുള്ളൂ. പെട്ടെന്ന് കാണുമ്പോൾ ജോർജറ്റ് പോലെ ഇരിക്കും, പക്ഷെ സാറിനേക്കാളും നല്ല തിക്കായിട്ടുള്ള ഫാബ്രിക്കാണ്. കോമൺ അങ്ങനെ വരാത്ത ഒരു ടൈപ്പ് മെറ്റീരിയലാണ് കേട്ടോ. ജോർജറ്റിന്റെ തന്നെ GSM കൂടിയ മെറ്റീരിയലാണ്. ദുപ്പട്ട അത് കണ്ടില്ലേ, നല്ല ലെങ്ത് ചെയ്യാം. നമുക്കൊരു 2.5 എബോ ഉണ്ടെന്ന് തോന്നുന്നു. ബോട്ടം ഈ ഒരു യെല്ലോ ഷെയ്ഡ്. മൊത്തത്തിൽ തയ്ച്ചിട്ട് കഴിഞ്ഞാൽ എന്തായാലും നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം. 2000 റേഞ്ചിൽ നോക്കുന്നവർക്ക് നല്ലൊരു സെറ്റാട്ടോ ഇത്. പിന്നെ നമ്പർ വരുന്നത് T162, റേറ്റ് 1980. ഷെയ്ഡ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്രൗൺ ഷെയ്ഡ് ആട്ടോ. ഈ ഷെയ്ഡിൽ കുറച്ച് നമുക്ക് ആ ഒരു പ്രിന്റ് കാണാൻ പറ്റും. ഇതുപോലെ എല്ലാത്തിലും പ്രിന്റ് ഉണ്ട്. ഡാർക്ക് ഷെയ്ഡിൽ അതങ്ങ് കാണുന്നില്ല എന്നുള്ളതേ ഉള്ളൂ, പക്ഷെ എല്ലാത്തിലും ഇങ്ങനെ പ്രിന്റ് ഉണ്ട് കേട്ടോ. നല്ല ബ്ലോക്ക് ഹാൻഡ് ബ്ലോക്സ് ആണ് ഉപയോഗിച്ചേക്കുന്നത്. പിന്നെ ദുപ്പട്ടയ്ക്കകത്തും ഫുള്ളായിട്ട് എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ കോമ്പിനേഷനിൽ നമുക്ക് പീച്ച് ആട്ടോ, ആ ഒരു വർക്കിൽ കൊടുത്തേക്കുന്നത് പീച്ച് കളർ. അപ്പൊ അതിന്റെ ആ ഒരു ഫിനിഷിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ബുള്ളിയൻ ഫ്ലവേഴ്സ് ഒക്കെ കാണാൻ അത്ര ഭംഗിയാട്ടോ. പിന്നെ കുഞ്ഞായിട്ടുള്ള കട്ട് ബീഡ്സും യൂസ് ചെയ്തിട്ടുണ്ട്. ഫുൾ വീലിങ്ങിന് വരും. ലെങ്തിന്റെ അതിന് പറയേണ്ട ആവശ്യമില്ലോ, നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. ടോപ്പിലും ദുപ്പട്ടയ്ക്കും ഒക്കെ നല്ല ലെങ്ത് ഉണ്ട്. ഇതിന്റെ നമ്പർ T161, റേറ്റ് 1980. നെക്സ്റ്റ് വരുന്നത് ഭയങ്കര അടിപൊളിയായിട്ടുള്ള ബ്ലാക്ക് ഷെയ്ഡ് ആട്ടോ. ബ്ലാക്കിനോട് പീച്ചാണ് കോമ്പിനേഷൻ വരുന്നത്. ഇതിലും നമുക്ക് ആ ബ്ലോക്ക് പ്രിന്റ് കാണാൻ പറ്റുമേ. ബ്ലാക്കിലായതുകൊണ്ട് നമുക്ക് ആ ഒരു ഏകദേശം ആ ഒരു ഷെയ്ഡിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇതുപോലെ യോക്കിന്റെ ഈ വർക്കിന്റെ ഈ പോർഷനിൽ അത്ര തെളിഞ്ഞ് കാണത്തില്ല, ബാക്കിയുള്ളത് കുറച്ചുകൂടെ കാണാം കേട്ടോ. എല്ലാത്തിനും അങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. നല്ല ലെങ്ത് കിട്ടുന്ന മോഡലാണ്. ബ്ലാക്കിൽ നല്ല ഭംഗിയാട്ടോ പീച്ചിന്റെ കോമ്പിനേഷൻ. ദുപ്പട്ട സെയിം, അത് നെറ്റ് കോട്ട, ആ ഒരു ഒറിജിനൽ ഫാബ്രിക് തന്നെയാണ്. ഇതിന്റെ നമ്പർ വരുന്നത് T160, റേറ്റ് സെയിം തന്നെ. അടുത്തതാണ് നമുക്ക് ലാസ്റ്റ് കളർ ഇതാട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വൈൻ കൂടിയിട്ടുള്ള ഷെയ്ഡ്, നമ്മുടെ റെഡ് വൈൻ്റെ ഒക്കെ ഒരു ഷെയ്ഡ്. ഇതിൻ്റെ അകത്ത് കുറച്ച് മെറൂൺ പോലെ തോന്നിക്കുന്നത്. മെറൂൺ അല്ല കേട്ടോ, വൈൻ്റെ തന്നെ ഒരു ഡിഫറെൻറ്റ് ഷെയ്ഡ് എന്ന് പറയാം. അപ്പോൾ ഇതിന് ബാക്കിയെല്ലാം സെയിം ആണ്. ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ട് ഈ ഒരു ഗോൾഡൻ ഷെയ്ഡിലുള്ള ബോട്ടമാണ് കൊടുത്തേക്കുന്നത്. ഇതാണ് ഫ്രണ്ട് പോർഷന്റെ ഡിസൈൻ വരുന്നത്. ദുപ്പട്ടയ്ക്കകത്തും അതുപോലെ ഹാൻഡ് വർക്ക് പോലെ അത്രയും ഫിനിഷിംഗ് ഉള്ള എംബ്രോയിഡറി ആണ് ദുപ്പട്ടയിലും കൊടുത്തേക്കുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ അകത്തും ഉണ്ട് ബ്ലോക്ക് പ്രിന്റ് ഉണ്ട്, കാണത്തില്ല, ചെറുതായിട്ട് അങ്ങനെ കാണാൻ പറ്റുന്നുള്ളൂ. ബാക്ക് സൈഡിലും മൊത്തത്തിൽ ആ ഒരു ബ്ലോക്ക് പ്രിന്റ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്പർ T159, റേറ്റ് വരുന്നത് 1980 1980.